സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവെയ്ൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വീട്ടിൽ മക്കൾ വളർന്നു വരുമ്പോൾ മക്കൾക്ക് നല്ല പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശേഷി വേണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരു ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യവുമാണ്. എപ്രകാരം അത് സാധിക്കുമെന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ദമ്പതികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്ലീസ്, എന്താ പേര്? എൻ്റെ പേര് ഹെൻറി മണിക്കത്താൻ. ഹെൻറി. യെസ്, ഹെൻറി. ആൻഡ് ജിഷ. ജിഷ. എത്ര മക്കളുണ്ട്? 3 പേര്. 3 പേരുണ്ട്. എത്ര പ്രായമായി? മൂത്ത മോന് 21 വയസ്സ്. 21 വയസ്സ്. രണ്ടാമത്തെ ആൾക്ക് 18 വയസ്സ്. 18. ഇളയാൾക്ക് 17 വയസ്സ്. 17 വയസ്സ്. നമ്മുടെ വിഷയം കേട്ടല്ലോ, മക്കളിൽ എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശേഷി നമുക്ക് വളർത്തിയെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, ഗുഡ്. യെസ്. ജീവൻ ജോസ്. ജീവൻ ആൻഡ് നിത്യ. നിത്യ. മക്കള് 2 പേര്. 2 പേരുണ്ട്. പ്രായം 10 വയസ്സും 5 വയസ്സും. 10 വയസ്സും 5 വയസ്സും. നിങ്ങൾക്ക് 2 പേർക്ക് ഈ ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ബെന്നി. ബെന്നി ആൻഡ് ജിംസി ബെന്നി. ജിംസി. ഓക്കെ, മക്കള് 2 പേര്. 2 പേര്. പ്രായം മൂത്ത ആൾക്ക് 21 വയസ്സ്. 21 18 വയസ്സ്. 18 വയസ്സ്. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും ഹൃദ്യമായ സ്വാഗതം. യെസ്. നിങ്ങൾ മിനു. മിനു ആൻഡ് നോയൽ. നോയല്. മക്കള് ഒരു മകൻ. വയസ്സ് 2 വയസ്സ്. 2 വയസ്സ്. വളരെ ചെറിയൊരു കുഞ്ഞാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ രംഗത്ത് ചെയ്യാനുള്ള ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ 2 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് തരണം ചെയ്യാനുള്ള ശേഷിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് എപ്രകാരമാണ് കുടുംബത്തിൽ വളർത്തിയെടുക്കുക നമുക്ക് നോക്കാം. യെസ്, നിങ്ങളെല്ലാവരും മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ചിലർ നല്ല സീനിയേഴ്സ് ആയിട്ടുണ്ട്, നിങ്ങൾ വളരെ ജൂനിയേഴ്സാണ്. മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് നിങ്ങളുടെ കൂടെയുള്ള കാലമൊക്കെ കഴിഞ്ഞ് പിന്നീടും അവർ മുമ്പോട്ട് പോകണമല്ലോ. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ? നിങ്ങളെല്ലാവരും അത് പ്രതീക്ഷിക്കുന്നില്ലേ? പ്രതിസന്ധി എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു, ജീവനൊരു ഉദാഹരണം പറഞ്ഞു. ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെ, സാമ്പത്തിക പ്രശ്നം അല്ലെ, വേണ്ടത്ര ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കടബാധ്യത വന്നു അല്ലേ. ആ സമയത്ത് ജീവിതത്തെ നമ്മൾ എന്താ പറയുക, മടുത്ത് ഇട്ടുകൊണ്ട് പോരുതല്ലോ, അതിനെ അതിജീവിക്കണം. ആ നമ്മുടെ മുമ്പിൽ എന്താ പറയുക, ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴ നിൽക്കുന്ന സന്ദർഭം ഉണ്ടാവാം ജീവിതത്തിൽ. അങ്ങനെ നിൽക്കുമ്പോഴും അതിനെ ഓവർഫ്ലോ ചെയ്യാൻ പറ്റണം. വേണ്ടേ? അതിനുള്ളൊരു കഴിവ് വേണം മക്കൾക്ക്. അത് വേണ്ടേ? വേണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഇത് പിന്നീട് വരുന്ന ലൈഫിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മക്കളെ വളർത്തുന്ന സമയത്ത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ എന്തെങ്കിലും ബോധപൂർവ്വം ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാനായിട്ട് ആദ്യം പഠിപ്പിക്കണം. ജീവിതത്തിൽ എന്ത് കുറവുകൾ വന്നാലും ശരി, അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കുറച്ചും കൂടിയൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ബെന്നി അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഇതാണ്. ജീവിതത്തിൽ ഒരു പരാജയം വന്നു, കുട്ടിക്ക് പരാജയം വന്നു, ഒരു പരീക്ഷയ്ക്ക് തോറ്റു. എങ്ങനെ നമ്മൾ കുട്ടിയെ പരിശീലിപ്പിക്കും? നമ്മൾ അവന് ആശ്വസിപ്പിച്ചിട്ട് പറയും, അടുത്തതിന് നമുക്ക് നോക്കിയാൽ മതി, നമ്മൾ കുറ്റപ്പെടുത്താതെ ധൈര്യം കൊടുത്ത് ഇനി നിനക്ക് നല്ല മാർക്ക് കൂടി പാസ്സാവാം, പഠിക്കാം, ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിട്ടൊരു സപ്പോർട്ട്. അപ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ പരാജയങ്ങൾ വരുമല്ലോ, സ്വാഭാവികമല്ലേ? പരാജയങ്ങൾ വരും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും, അല്ലെങ്കിൽ ചെയ്ത കാര്യം തെറ്റിപ്പോവും, പല കാര്യങ്ങൾ സംഭവിക്കും. ചിലപ്പോൾ പാട്ട് പാടാനായിട്ട് സ്റ്റേജിൽ കയറിയിരുന്നു, മറന്നുപോയി,
കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ഉപദേശം കുഞ്ഞിന് കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെ ശക്തിപ്പെടുത്തും കുഞ്ഞിനെ എന്നു പറയും? സാരമില്ല മോനെ, നമുക്ക് സാരില്ല, സാരമില്ല എന്ന് പറയും. സാരില്ല, അല്ലേ? ഇതൊരു പരാജയമാണ്. അതെ. പരാജയങ്ങൾ സംഭവിക്കാം, ജീവിതമല്ലേ, സംഭവിക്കാമെന്ന് നമ്മൾ ആദ്യമേ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കില്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടൊന്നും ജീവിതം തീരുന്നില്ല, ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? പരാജയത്തിൽ നമുക്ക് എങ്ങനെ പാഠം പഠിക്കാം, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ മറന്നുപോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയത്, അല്ലേ? അതിൽ നിന്നൊരു പാഠം പഠിച്ച് നെക്സ്റ്റ് ടൈം വി വിൽ പെർഫോം ബെറ്റർ. നല്ല പരിശീലനം, അല്ലേ? ഇത് നമുക്ക് വീട്ടിൽ നിന്ന് കൊടുക്കണ്ടേ? മക്കൾക്ക് നല്ല കരുത്തുണ്ടാവണമെന്നുണ്ടെങ്കിൽ, പിന്നീടാണെങ്കിലും കരുത്തുണ്ടാവണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ ചെറിയ ചെറിയ പരാജയങ്ങളല്ലെന്നും അതിൽ നിന്ന് പാഠം പഠിച്ച് നമുക്ക് വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാക്കി അതിനെ മാറ്റാൻ പറ്റുമെന്നുള്ള പരിശീലനം എവിടെ കൊടുക്കണം? വീട്ടിൽ തന്നെ കൊടുക്കണം, വേണ്ടേ? ഓക്കെ, ഒരു കാര്യം നമുക്ക് കിട്ടിയപ്പോൾ മക്കൾക്ക് ഈ കരുത്തുണ്ടാവണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെറുപ്രായത്തിൽ തന്നെ ബോധപൂർവം ചെയ്യേണ്ട കാര്യമാണ്, അല്ലേ? ചിലപ്പോഴുണ്ട് നമ്മുടെ വീടുകളിൽ ഈ കുട്ടികൾക്ക് പരാജയം വന്നു കഴിഞ്ഞാൽ ആരാണോ പരാജയപ്പെടുത്തിയത് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് കുട്ടിയെ ആശ്വസിപ്പിക്കും. അത് അത്ര നല്ല ശീലമാണോ? ഒരിക്കലും അല്ല. മറിച്ച് ആ പരാജയം ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമുക്കതിനെ ഒരു വിജയമാക്കി മാറ്റാൻ സാധിക്കും. അതിൽ നിന്ന് പാഠം പഠിച്ചാൽ മതി. ഓക്കെ, നല്ല കാര്യം. എന്താണ് നോയൽ എന്തോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ പിന്നിലേക്ക് ചിന്തിക്കുകയായിരുന്നു എൻ്റെ അപ്ബ്രിങ്ങിയും ഞാൻ എൻ്റെ മകനിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. കുട്ടികൾ പരസ്പരം വഴക്കുകൾ ഉണ്ടാക്കുമ്പോൾ അത് അവരിൽ തന്നെ പരിഹരിക്കപ്പെടാൻ ഒരവസരം കൊടുക്കണം, നമ്മൾ ഇതിനകത്ത് ഇടപെടാതിരിക്കുക. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു, അല്ലേ? ആ ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അവർ അവിടെ പഠിക്കും. അത് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ, ഒരു കളിപ്പാട്ടം തല്ലിപ്പൊട്ടിച്ചത് തൊട്ടായിരിക്കും ഒരു പക്ഷേ അത് വരുന്നത്. മാതാപിതാക്കൾ അതിനകത്ത് പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് ശരിയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളായിരിക്കുന്ന സമയത്ത് തന്നെ പരാജയങ്ങൾ വരും, കോൺഫ്ലിക്റ്റുകൾ വരും, പ്രതിസന്ധികൾ ഉണ്ടാവും. അത് അവർ തന്നെ പരിഹരിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യം ചിലപ്പോൾ നമുക്കൊരു പക്ഷേ നമ്മുടെ സഹായം ഇല്ലാതെ അവർക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതർവൈസ് ബോധപൂർവം തന്നെ നമ്മളതെല്ലാം പരിഹരിച്ച് കൃത്യമായിട്ട് കൊടുക്കാമല്ല. അവർ തന്നെ ഇപ്പോൾ ഒരു കളിപ്പാട്ടം പൊട്ടിച്ചു, അവർ തന്നെ അതിനൊന്ന് റിപ്പയർ ചെയ്ത് നോക്കട്ടേന്നേ, അല്ലേ? ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഐഡിയ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നു, നിന്നെ കൊണ്ട് പറ്റുമെന്ന് ട്രൈ ചെയ്യൂ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ പ്രശ്നത്തെ സ്വയമായിട്ട് തന്നെ പരിഹരിക്കാനുള്ളൊരു ശേഷി നമുക്ക് ബോധപൂർവം തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നോയലിന് അത് ചെറുപ്പം കൊണ്ട് കിട്ടിയണ്ടല്ലേ? വീട്ടിൽ ചെറുപ്പത്തിൽ ഈ എൻ്റെ അനുജനും അനുജത്തിയും ഒക്കെ ആയിട്ട് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പേരൻസ് അധികം അങ്ങനെ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ തമ്മിലുള്ള ഒരു രമ്യതപ്പെടലാണ് അത് പരിഹരിക്കട്ടെ എന്നുള്ള. അതെ അതെ, ഉറപ്പായിട്ടും കുറച്ചുകൂടി മച്യൂരിറ്റി വരും, പക്വത വരും. അതെ അതെ, ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു പേരൻസ് അങ്ങനെ അത് ചെയ്തതിൽ ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷേ പേരൻസ് ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ശേഷി വളർന്നു വരില്ല. ഉറപ്പായും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇതിനുള്ള ശേഷിയുണ്ട്, പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയുണ്ട്. അത് ബോധപൂർവം മാതാപിതാക്കൾ അവർക്കൊരു സ്പേസ് കൊടുത്തിട്ട് അവർ തന്നെ പരിഹരിച്ച് പോകാനായിട്ട് നമ്മൾ സഹായിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം കിട്ടി. ആദ്യത്തെ കാര്യം ഏതായിരുന്നു ബെന്നി പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എല്ലാം പരാജയങ്ങളായാലും എന്തായിരുന്നാലും അതിനെ എല്ലാം പോസിറ്റീവ് ആക്കി എടുക്കാനായിട്ട് അവരെ. അതെ, പരാജയത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട്. പരാജയം ഒരു അവസാന വാക്കല്ല എന്നുള്ള ഒരു പരിശീലനം ചെറുപ്പത്തിൽ കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ തന്നെ പരിഹരിക്കാനായിട്ട് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കണം. എല്ലാം പറ്റില്ലായിരിക്കും, ചില കാര്യങ്ങൾ നമ്മൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കണം, അങ്ങനെ അവരെ പരിശീലിപ്പിച്ചെടുക്കണം. പിന്നെ വേറെ എന്തായിരിക്കാം? കൊച്ചുങ്ങളെ അവർ കൂടുതലായിട്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെറുപ്പം മുതൽ ചെയ്യാനായിട്ട് അവരെ നമ്മൾ പരിശീലിപ്പിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ വൈഫ് ചെയ്യുന്ന കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്ന് പറയുന്നത്, ഇപ്പം മൂത്തമോൻ 10 വയസ്സായി, അവൻ 4th പഠിക്കുന്നു. അപ്പോൾ അവന് യൂണിഫോം ഒക്കെ ആദ്യമേ വൈഫാണ് ഇട്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ ആള് പറയുന്ന കേൾക്കാറുണ്ട്, നീ തനിയിട്, യൂണിഫോം ഇട്, നിന്റെ ടൈം ടേബിൾ എടുത്ത് വെക്ക്. അപ്പോൾ ആള് സ്വയം അത് ഇപ്പോൾ 10 വയസ്സ്. അപ്പോൾ തനിയിട് എന്ന് പറയുമ്പോൾ ആളതിന് കുറച്ചൊക്കെ അത്ര ഫിനിഷിംഗ് ഇല്ലെങ്കിലും കുറെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടേച്ചും 5 വയസ്സുകാരൻ UKG LKG പോകുന്ന 5 വയസ്സുകാരൻ ചേട്ടൻ ചെയ്യണത് കാണുമ്പോൾ അവന് വെട്ടിക്കാൻ വേണ്ടിയിട്ട് സോക്സ് ബാഗ് ഇടുക, ബാഗിൽ ബാഗൊക്കെ ഇട്ടുക. അപ്പം അവരെ സ്വയം റെസ്പോൺസിബിലിറ്റി അവരൊക്കെ തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ ചെറുപ്പം മുതൽ പരിശീലിപ്പിക്കുക. നല്ലൊരു കാര്യമാണ്. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഇപ്പോൾ ഒരു പാരൻസിന്, ഇപ്പോൾ ഇപ്പോഴത്തെ പാരൻസിന് 1 or 2 കിഡ്സ് ഉണ്ടാവുള്ളൂ, കുട്ടികളുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ വല്ലാണ്ട് അവരെ അങ്ങ് എല്ലാത്തിനും യെസ് പറഞ്ഞ് നമ്മൾ അവരെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ ചിലയിടത്ത് നോ പറയേണ്ട അടുത്ത് കൃത്യമായിട്ട് നോ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞങ്ങള് പെരുന്നാൾക്കൊക്കെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പള്ളിക്ക് പെരുന്നാൾക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ടോയ്സ് വീട്ടിലുണ്ടായിരിക്കും. എന്നിരുന്നാലും ഇവര് ഫസ്റ്റ് തന്നെ ടോയ്സിന്റെ ഷോപ്പ് കണ്ട അപ്പൊ ടോയ്സ് വേണമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പറയും, ഇല്ല,
ഈ പ്രാവശ്യം ടോയ്സ് ഇല്ല, കാരണം ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ അവർ കരയും. അറിയും. എന്നാലും നമ്മളത് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ അവനെ കൊണ്ട്, അപ്പൊ എപ്പോഴും യെസ് എന്നുള്ളൊരു ആൻസർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ജീവിതത്തിൽ എല്ലാം യെസ് ആയിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ട്രബിൾ വരുമ്പോൾ ചിലപ്പോൾ ഇവർക്കത് പിന്നെ മാറ്റം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് നോ പറയണം. തീർച്ചയായിട്ടും. അത് എല്ലാത്തിനും എല്ലാം പറയുന്ന ആവശ്യത്തിന് നമുക്ക് നോ പറയേണ്ട ചില സാഹചര്യങ്ങൾ വരും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ടോയ്സിന്റെ ഒരു കാര്യം. നോ പറയേണ്ട അടുത്ത് നമ്മൾ ചിലർക്ക് നോ പറയണം. പൊതുവേ ഈ കുട്ടികൾക്ക് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അപ്പം കിട്ടണം. തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലേ, പെട്ടെന്ന് തന്നെ തൃപ്തി കിട്ടണം. അതാണ് കുട്ടികളുടെ പ്രത്യേകത അല്ലേ. നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊണ്ടുവന്നു. ഐസ്ക്രീം കൊണ്ടുവന്ന് നാളെ വീട്ടിൽ അതിഥി വരുന്നുണ്ട്, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ പാക്കറ്റ് കണ്ടു കഴിയുമ്പോൾ കുട്ടി എന്ന് പറയും ഇപ്പോൾ വേണമെന്ന് പറയും. ഇപ്പം വേണം. അപ്പം നമ്മൾ പറയാൻ തരൂല എന്ന് പറഞ്ഞാൽ കുട്ടി കരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുട്ടി കരയുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണോ? വീട്ടിലൊരു സമാധാനം നഷ്ടപ്പെടുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എടുത്തു കൊടുക്കും. അപ്പോൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നീട്ടി വയ്ക്കാനുള്ള ഒരു പ്രവണത കുറയും. ഏത് ആഗ്രഹമാണെങ്കിലും അപ്പം പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഈ ടോയ്സിൻ്റെ കാര്യം അല്ലേ, കളിപ്പാട്ടം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അത് വേണം ഇത് വേണം. ഇപ്പോൾ കുട്ടികൾക്ക് ഈ ചിക്കൻ കടയുടെ മുമ്പിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഉടനെ അത് വേണം. അതിൻ്റെ മണം മുക്കിലേക്ക് അടിച്ച് കയറ്റി കഴിയുമ്പോൾ പിന്നെ എന്താ പറയുക, KFC ഇതുപോലുള്ള ചിക്കൻ അങ്ങനെ ഉണ്ടല്ലോ, അത് വേണം. പക്ഷേ മാതാപിതാക്കളെ എല്ലാവരും ബോധപൂർവം തന്നെ ഇല്ല. അപ്പോൾ ഇവന് കിടന്ന് നമ്മൾ സാരി തൂമ്പ് പിടിച്ച് വലിക്കല്, അവിടെ കിടന്ന് ഉരുളൽ. അപ്പോൾ ഇത് നാട്ടുകാർ കാണുമ്പോൾ നമുക്കെന്ത് തോന്നും? അയ്യോ ഇത് നാറ്റിക്കൂലപ്പോൾ. അതുകൊണ്ട് ഉടനെ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കും. മറിച്ച് ആവശ്യങ്ങളെ നീട്ടിവെക്കാൻ ബോധപൂർവം പഠിപ്പിക്കണം അല്ലേ. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. എന്നാൽ ചില ആവശ്യങ്ങൾ നമ്മൾ ബോധപൂർവം തന്നെ ഇതിപ്പോൾ കിട്ടില്ല അല്ലേ. ഇപ്പോൾ ചിലർ വന്നിട്ട് പറയും എനിക്ക് പുതിയ ചെരുപ്പ് വേണം. അല്ല ഇപ്പോഴത്തെ ചെരുപ്പിന് എന്താ കുഴപ്പം? അല്ല എനിക്ക് പുതിയത് വേണം, കൂട്ടുകാരനുണ്ട്. ഇല്ല നീ ഇതിട്ടാൽ മതി. പക്ഷെ അങ്ങനെ പറയാനുള്ള ഒരു ശേഷി നമുക്കുണ്ടോ എന്നുള്ളതാണ് വേറൊരു പ്രശ്നം അല്ലേ. കാരണം നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ബ്രാൻഡഡ് ആവണമെന്നുള്ള നമ്മുടെ ആഗ്രഹം. പക്ഷെ ബോധപൂർവ്വം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ നീട്ടിവെക്കാനുള്ള കരുത്ത് കിട്ടും. അത് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു കരുത്തായിട്ട് പിന്നീട് മാറാനുള്ള അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെൽഫ് റെസ്പോൺസിബിൾ ആക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ പെട്ടെന്ന് നിവർത്തിച്ച് കിട്ടാനുള്ള ആഗ്രഹത്തെ പതുക്കെ നീട്ടിവെക്കുക. ന്യായമായത് ചെയ്തു കൊടുക്കണം. എന്നാൽ ചില കാര്യങ്ങൾ ബോധപൂർവം തന്നെ അങ്ങനെ ചെറുപ്പം തന്നെ ചെയ്ത് ശീലിക്കാം. ഓക്കെ, മീനു എന്ത് പറയാൻ വരുന്നുണ്ടല്ലോ? എനിക്ക് തോന്നുന്നു നമ്മളിപ്പം നമ്മുടെ പാരന്റ്സിനെയാണ് എക്സാമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അതെ. അപ്പം നമ്മൾ നമ്മുടെ കുട്ടിയിൽ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരാണെങ്കിൽ മക്കളെ ഒന്നും അറിയിക്കരുത്, നമ്മൾ തന്നെ ഇത് ചെയ്യാം എന്ന് വിചാരിക്കരുത്. മക്കൾ അറിയണം നമ്മുടെ പ്രതിസന്ധി. അത് അവർ അപ്പം നമ്മൾ എങ്ങനെയാണ് ആ പ്രതിസന്ധി ഫേസ് ചെയ്തത് ആ ഒരു എക്സാമ്പിൾ ആയിട്ട് അവർക്ക് വേണം. അപ്പൊ അത് കണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരും അത് ഫേസ് ചെയ്യും. അപ്പം മക്കളെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരെയും അറിയിക്കണം. അല്ലാതെ അവരെ അറിയിക്കാതെ എൻ്റെ മോന് അങ്ങനെ ചെയ്യരുത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ചില കാര്യം, എല്ലാ കാര്യം ചിലപ്പോൾ മക്കളെ അറിയിക്കാൻ പറ്റുന്ന വരില്ല. പക്ഷേ ആ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യുന്ന രീതി അവരറിയണം. ഉറപ്പായിട്ടും. അതായത് നമ്മളൊരു മാതൃകയായിരിക്കണം അവർക്ക് അല്ലേ. കുട്ടികൾക്ക് ആ കരുത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രതിസന്ധികളിൽ ഡീൽ ചെയ്യുന്നത്. ഇപ്പം ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഈ പ്രത്യേകിച്ച് ഞാൻ കുറേ ഈ വിധവകൾക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഈ വിധവകളുടെ ജീവിതത്തിൽ ചില മക്കളുണ്ടല്ലോ വളരെ എക്സ്ട്രാ ഓർഡിനറിയാണ് അവരുടെ. കാരണം അപ്പൻ മരിച്ചതിന് ശേഷവും ഈ അമ്മ തനിയെ നിന്ന് ഈ മക്കളെ വളർത്തുന്ന പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുന്ന ആ ഒരു ഒറ്റ ചിറക് വെച്ചിട്ട് മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന ആ ശേഷി ഉണ്ടല്ലോ, അത് മക്കൾ കണ്ടിട്ടുണ്ടല്ലോ. ചില മക്കൾ നന്നായിട്ട് എക്സൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇമേജ്, ഒരു വിറ്റ്നസ്സിങ്, ഒരു മോഡലിംഗ് മാതാപിതാക്കളുടെ ഭാഗത്ത് ഈ കാര്യത്തിലുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും? ശരിക്കും അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സമൂഹവുമായിട്ട് ഒരു സാമൂഹിക ജീവിയാണല്ലോ മനുഷ്യൻ, സമൂഹത്തിൽ ജീവിക്കേണ്ടവനാണ്. അപ്പൊ സമൂഹത്തിലേക്ക് അവരെ ഇറക്കി വിടുക. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മക്കൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് അവിടെ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ഓടി അകത്തേക്ക് പോയിട്ട് അമ്മ ആള് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ മിക്ക വീടുകളുടെയും അവസ്ഥ. നേരെ മറിച്ച് വാ കയറി ഇരിക്കുമെന്ന് പറയാനുള്ള ആ ഒരു പക്വത അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. എനിക്ക് ഹെൻറി ചേട്ടൻ ഇത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം, ശരിക്കും മക്കൾക്ക് നല്ല കരുത്തുണ്ടാവണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. അവരെ കണ്ടുപഠിക്കാൻ അവസരം ഉണ്ടാകും, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരെ അറിയാനും അവർ തന്നെ തരണം ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കാനും ഇതുപോലെ മക്കൾക്കൊരു എക്സ്പോഷർ അല്ലേ അത് കൊടുക്കണം. തീർച്ചയായിട്ടും. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ധനവാന്മാരായ മാതാപിതാക്കൾ മക്കളെ ചെറുപ്പത്തിൽ ദരിദ്രരായിട്ട് വളർത്തും. അങ്ങനെ ഞാൻ ചിലരുടെയൊക്കെ ഉദാഹരണം ഇപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാകുമായിരിക്കും അല്ലേ. വലിയ വലിയ ധനാഢ്യരായവർ അവരുടെ മക്കളെ ചിലപ്പോൾ
ഒരു സാധാരണ ജോലിക്കായിട്ട് കുറച്ച് നാൾ വിടും. സാധാരണ ജോലിക്കായിട്ട് അതിൻ്റെ എല്ലാം അറിയണമെന്ന് അവർ അറിഞ്ഞാലാണ് അവർക്ക് ഒരു കരുത്ത് കിട്ടുള്ളൂ അല്ലേ? ഇപ്പം നമുക്കറിയാം, നല്ല കാറ്റൊക്കെ വരുമ്പോൾ സമയത്ത് നമ്മൾ തനിയെ നിന്ന് ശീലിച്ചാലല്ലേ ഇത് വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള വേരുകൾ പടരുള്ളൂ അല്ലേ? അപ്പോൾ അതുപോലെ എക്സ്പോഷർ, ഇതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മേഖലകളിലേക്കുള്ള ഒരു എക്സ്പോഷർ എപ്പോഴും നമ്മളിങ്ങനെ പൊതിഞ്ഞുകൂട്ടി കൊണ്ടു നടക്കണ്ടെന്ന്. ഇപ്പോഴത്തെ നമ്മുടെ രീതി, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച മാതിരി അല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വണ്ടി വരാണ്. വണ്ടി വരുമ്പോൾ അമ്മ വെയിറ്റ് ചെയ്യാണ് ഇതിനെ കയറ്റി പൊക്കത്ത് അവിടെ നിർത്താൻ വേണ്ടിയിട്ട്. തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ സ്വീകരിക്കാനായിട്ട്. നമ്മളൊക്കെ പഠിച്ച സമയത്ത് ആരുണ്ടായി? ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ പോയി വന്നു, നടന്നു, അതിനൊക്കെ വന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഓവർ പ്രൊട്ടക്ഷൻ വേണ്ടാന്ന് അല്ലേ? ഒരു കൂടുതൽ ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിൽ. അതിന് പകരം അവരെ എക്സ്പോസ് കൊടുക്കുക, കുറച്ചും കൂടി പ്രതിസന്ധികളിലേക്ക് അവർക്ക് അല്ലേ? ഇപ്പോൾ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെ അവരെ എന്താ പറയുക, തനിയെ ബസ് കയറി ഒരു കാര്യം നടത്തിയിട്ട് തിരിച്ചു വരാൻ പറയുക. പോണമല്ലോ. അപ്പോൾ അവർ പറയുക ഞാൻ പോവില്ല പോണോന്ന്. അങ്ങനെയൊക്കെയുള്ള ചില പ്രായോഗികമായ പരിശീലനങ്ങൾ കൊടുക്കാം. ജിഷ ചേച്ചി ഇതൊക്കെ കേട്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണല്ലോ. എങ്ങനെ ജീവിതത്തിൽ നല്ലൊരു സഹനശേഷി ഉണ്ടാവും, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ളൊരു കരുത്ത് കുറച്ചുണ്ടല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടി? മാതാപിതാക്കളിൽ നിന്ന്. എന്ത് ചെയ്തു അവര്? എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ്. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഒരുപാട്. ഈ കഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി വർദ്ധിക്കും അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? എൻ്റെ അമ്മ അങ്ങനെയായിരുന്നല്ലോ, അപ്പം ഞാനും ഇങ്ങനെ സഹിക്കണമല്ലോ എന്ന് എടുത്തിട്ടുള്ള. അത് ശരിയല്ലേ? എൻ്റെ അമ്മ എന്തുമാത്രം സഹിച്ചല്ലേ, പിന്നെയാണ് ഇത്. അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അല്ലേ? ശരിക്കും പ്രതിസന്ധികളെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അതിജീവിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ശേഷി വർദ്ധിക്കും. ഓക്കെ, കൊള്ളാം. നമ്മൾ നേരത്തെ അത് ആ പോയിന്റ് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് വരുമ്പോൾ, മക്കൾക്ക് മാതൃകയായിട്ട് വരുമ്പോൾ കരുത്ത് വർദ്ധിക്കും. വേറെ എന്തായിരിക്കും മാർഗം? വേറെന്താണ്? ഓക്കെ, ദൈവാശ്രയ ബോധം ഉണ്ടാകണം. നല്ല ദൈവാശ്രയ ബോധം ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കള് വളർന്നു വരുമ്പോൾ അവരെ നമ്മൾ കൂടെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതെ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ചിന്ത അവരിൽ, ആരില്ലെങ്കിൽ എനിക്ക് ദൈവം ഉണ്ടെന്നൊരു ചിന്ത ഉണ്ടാകുമ്പോൾ അവരെ മുന്നോട്ട് അത് നയിക്കും. അത് തന്നിൽ തന്നെ മാത്രം ആശ്രയിക്കാതെ അല്ലേ, ദൈവികമായൊരു ചൈതന്യം അല്ലേ, അങ്ങനെ അപ്രകാരം ഒരു വിശ്വാസം രൂപപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് സാധാരണയിൽ കവിഞ്ഞ ഒരു കരുത്ത് വരും, ആത്മധൈര്യം ഉണ്ടാവും. അതിലുപരിയായിട്ട് നമ്മൾ അവരെ എല്ലാ ദിവസവും ഒന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, പരസ്പരം ഒരു സ്തുതി കൊടുക്കുക, പ്രാർത്ഥിച്ച്. അതെ, മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നത് വഴി മക്കളിൽ ദൈവാശ്രയ ബോധം വളർന്നു വരാനുള്ള സാധ്യത. അതായത് ഏത് കാര്യത്തിലും ഭയപ്പെടാൻ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ വചനം നമ്മൾ മാതാപിതാക്കൾ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അല്ലേ? അപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ദൈവാശ്രയ ബോധം, കണക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ അവരുടെ കൂടെ ഇല്ലെങ്കിൽ ശരി, ചിലപ്പോൾ ചിലരൊക്കെ മക്കൾ ഇപ്പോൾ പഠിക്കാനൊക്കെ വിദേശത്തൊക്കെ പോവാണ്, +2 കഴിയുമ്പോൾ പോകുന്നവരുണ്ട്. അവിടെ ചെന്ന് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. കാരണം ഇവിടുന്ന് 10-30 ലക്ഷം രൂപയൊക്കെ മുടക്കി കടം മേടിച്ച് വിസ എടുത്ത് അവിടെ ചെന്നിട്ട് വേണ്ടത്ര പോലെ പഠിക്കാൻ പറ്റുന്നില്ല, അത് പഠിക്കാനുള്ള ഫീസ് കിട്ടുന്നില്ല, അതിനുള്ള ജോലി ഇത് സമ്പാദിക്കാൻ പറ്റുന്നില്ല, തിരിച്ചു വരാനും പറ്റുന്നില്ല, അങ്ങനെ ആകെ. അപ്പോൾ ചിലർക്കൊക്കെ ഒരു കച്ചിത്തുരുമ്പായിട്ടുള്ളത് അവരുടെ വിശ്വാസമാണ്, ദൈവം കൂടെ ഉണ്ടെന്നാണ്. അത് മക്കൾക്ക് നന്നായിട്ട് പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിച്ചാൽ ഏത് പ്രതിസന്ധിയിൽ അവർക്ക് ഒരു കരുത്തായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ദൈവാശ്രയ ബോധം. പിന്നെ വേറെ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കല്ല, ദൈവം ഉണ്ടെന്നുള്ളത് ഒരു വശം. ശരിയാ. നമ്മുടെ ഒരു സമൂഹവും നമ്മുടെ കുടുംബവും ഒക്കെ കൂടെ ഉണ്ടെന്നുള്ളത്. കുടുംബം കൂടെയുണ്ട്. പേരൻസ് മാത്രമായിരിക്കില്ല, സഹോദരങ്ങൾ. അതായത് ഈ കരുത്ത് കിട്ടാൻ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ ഉറപ്പായിട്ടും. സുഹൃത്ത് ബന്ധങ്ങളും ആകാം, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നല്ല കുടുംബ ബന്ധങ്ങളാകാം, അല്ല പല വിധത്തിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു മെന്റർ ആയിരിക്കാം അല്ലെ, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ട്. നമുക്കിപ്പോൾ ഒരു സങ്കടം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ ഒരു ഉപദേശം തേടാൻ പറ്റുന്ന ചിലർ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കരുത്ത് നമുക്ക് കിട്ടും അല്ലേ? പക്ഷെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ നല്ല ബന്ധങ്ങളിലേക്ക് നമ്മൾ വളർത്തണം അല്ലേ? ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ, അത് സൗഹൃദങ്ങളാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെയാകാം, അല്ലെങ്കിൽ മുതിർന്നവരുമായിട്ടുമാകാം. നല്ല ബന്ധങ്ങൾ രൂപപ്പെടുത്താനായിട്ടുള്ള ഒരു ശേഷി അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളെ എനിക്ക് തോന്നുന്നു കുറെ കോമ്പറ്റീഷൻസിനും ഇതിനൊക്കെ വിടാൻ നമ്മൾ ആക്ച്വലി എൻകറേജ് ചെയ്യണം. വെരി ഗുഡ്. പരാജയം ഇതൊക്കെ അവര് അറിയണം. എസ്പെഷ്യലി പരാജയം അവർ നന്നായിട്ട് അറിയണം. ചില എന്താ പറയാ, പരാജയപ്പെടുന്നു ഉറപ്പുണ്ടെങ്കിൽ ശരി നമ്മൾ വിടണം, ഉറപ്പായിട്ടും വിടണം. അത് നമ്മൾ ഒരു പരിപാടിയല്ല, നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യണം ഇങ്ങനെ കോമ്പറ്റീഷൻസിൽ വിടാനും. അപ്പൊ മീനു അങ്ങനെ വിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടിയുടെ സെൽഫ് ഇമേജ് പോവില്ലേ?
അത് അവർ തന്നെ പഠിച്ചോളും. നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണല്ലോ. അല്ല, എന്ന് അല്ല വെച്ചാൽ അതായത് കുട്ടി എല്ലാത്തിലും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു സംഭവമാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ ഇത് ചെയ്തു, പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ടൈം നമുക്ക് ട്രൈ ചെയ്യാന്നുള്ളൊരു നമ്മളൊരു ആശ്വസിപ്പിക്കണം. പ്ലസ് നെക്സ്റ്റ് ടൈം വേണമെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് ഉറപ്പായിട്ടും എന്തായാലും ത്രൂ ഔട്ട് പരാജയം ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തോൽക്കാൻ പഠിപ്പിക്കണം അല്ലേ? അത് അത്യാവശ്യം. അല്ലേ? അതിനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? എല്ലാത്തിലും മക്കൾ ജയിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. കാരണം ഇത് മീനു പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് തോന്നുന്നത്, വിജയത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വസ്തത എന്ന സത്യം മക്കളെ പരിശീലിപ്പിക്കണം. വിജയത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വസ്തത. നമ്മൾ എന്ത് ചെയ്തു എന്നതാണ് എന്ത് ചെയ്തിട്ട് കിട്ടിയെന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതെന്ന്. ആർ യു ഫെയ്ത്ത്ഫുൾ? നമ്മൾ വിശ്വസ്തരാണോ? ചെയ്ത കാര്യം ഭംഗിയായി ചെയ്തോ? റിസൾട്ട് ശരിയാണോ? നമുക്ക് വേണ്ടത്ര പോലെ റിസൾട്ട് കിട്ടിയില്ല, പക്ഷെ നീ സിൻസിയറായിട്ട് ചെയ്തോ, ദാറ്റ് ഈസ് ഗ്രേറ്റ്. അതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. മത്സരത്തിൽ പങ്കെടുത്തു, എല്ലാവർക്കും ഒരുപോലെ കഴിവുണ്ടോ? ഇല്ല. നമ്മുടെ മോൻ തോറ്റുപോയി, പക്ഷേ അവൻ അവൻ്റെ കഴിവനുസരിച്ച് ചെയ്തില്ലേ, അതിനുള്ള എഫർട്ട് ഇട്ടില്ലേ, അത് നമ്മൾ ആഘോഷമാക്കണമെന്ന്. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ഇതിൻ്റെ ഔട്ട്പുട്ടിനേക്കാൾ ഞാൻ എന്താണ് ചെയ്തത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏത് പ്രതിസന്ധിയെയും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊക്കെ ചിലർ കേട്ടിട്ടുണ്ടല്ലോ, അതായത് കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ സെമിനറിയിൽ ഒരു വെയ്റ്റ് ലിഫ്റ്റിൻ്റെ ചാമ്പ്യൻ ഉണ്ടല്ലോ, ജോബി ജോർജ. അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് അദ്ദേഹം ഈ പവർ ലിഫ്റ്റിങ്ങിലൊക്കെ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ചാമ്പ്യനാണ്, മനസ്സിലാകുന്നുണ്ട്, ചാമ്പ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു, ഇവനിങ്ങനെ നടക്കാനായിട്ട് പറ്റില്ല, സ്കൂളിൽ തന്നെ എടുത്തുകൊണ്ടൊക്കെയാണ് പലരും ആദ്യമൊക്കെ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ വളരെയേറെ കഷ്ടപ്പെട്ട് ഏതോ ഒരു ഗ്രാമത്തിൻ്റെ ഒരു മലയുടെ മുകളിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൻ അധികം നാൾ കഴിഞ്ഞ് മരിച്ചുപോയി. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഈ കൈ കുത്തിയാണ് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ 8ാം ക്ലാസ്സിൽ കൂട്ടുകാരൻ പറഞ്ഞു, ഇവൻ ഒരു കളിയിലും പങ്കെടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, നമുക്ക് പഞ്ചഗുസ്തി നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുസ്തി ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കാമെന്ന്. അങ്ങനെ അവൻ പിടിച്ചു കഴിഞ്ഞപ്പോഴല്ലോ ഇവൻ എല്ലാത്തിനും ജയിക്കാണ്. അപ്പോൾ ഇവന് മനസ്സിലായി, ഇവൻ്റെ കൈക്ക് മറ്റുള്ളവരെ കൈയേക്കാൾ ബലമുണ്ടെന്ന്. കാരണം ഇവൻ കുത്തി നടക്കാമല്ലോ, നമ്മൾ കുത്തിയല്ലല്ലോ നടക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ കൈയുടെ മസിൽ വളരെ വീക്കാണ്. പക്ഷെ ഇവൻ്റെ മസിൽ പവർ വളരെ കൂടുതൽ. അവൻ ആ ഒരു നന്മ കണ്ടെത്തിയിട്ട് അതിനെ നന്നായിട്ടാണ് പ്രോത്സാഹിപ്പിച്ചു. ഈസ് എ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ് അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഒരു യുണീക്ക്നെസ് ഉണ്ട് അല്ലേ? അപ്പോൾ മറ്റുള്ളവരെ പോലെ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊന്ന് വിലപിച്ചിരുന്നാലോ? പോയില്ലേ? അപ്പോൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം, ചിലപ്പോൾ തോൽക്കണം. തോറ്റാലും ശരി, നിനക്ക് നിൻ്റേതായ ഒരു നന്മയുണ്ടെന്ന്. അത് മക്കളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാതാപിതാക്കൾ സഹായിച്ചാൽ അവരുടെ പവർ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ശക്തി അവർക്ക് വർദ്ധിക്കും. ഓക്കെ, പക്ഷേ ഇതിനൊക്കെ അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതേതായിരിക്കും എന്നറിയാമോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വേണം. ഇപ്പം നമ്മൾ കുറേ 5-8 നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കളെ വളർത്താനായിട്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിലുണ്ട്. അത് അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒരു കാര്യം. നേരത്തെ മീനു പറഞ്ഞു, തോൽക്കുന്നതും നമ്മൾ മക്കളെ അവസരം അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് ആരോഗ്യകരമാവണമെന്നുണ്ടെങ്കിലോ, കുട്ടികൾക്ക് നമ്മൾ ബോധപൂർവം കൊടുക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, പോസിറ്റീവ് സെൽഫ് ഇമേജ്. കുട്ടികൾക്ക് അവരെക്കുറിച്ച് തന്നെ നല്ല അഭിപ്രായം വേണം. വേണമെന്ന്. ചില കുട്ടികൾക്ക് നല്ല അഭിപ്രായം ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയാമോ? മറ്റുള്ളവർ അവനെക്കുറിച്ച് പറയുമ്പോൾ നല്ല അഭിപ്രായം ഉണ്ടാവും. നല്ല മാർക്ക് കിട്ടിയ എല്ലാവരും മിടുക്കൻ, അപ്പോൾ അവന് നല്ല അഭിപ്രായമുണ്ട്. പക്ഷെ ആരും അങ്ങനെ അവനെ പ്രോത്സാഹിപ്പിച്ചില്ല, ആരും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ സ്വയമേ ചിന്തിക്കുന്നതെന്ന് അറിയുമോ? ഞാൻ പോരാ. അതായത് എൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ മറ്റുള്ളവരെ എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ആരോഗ്യകരമാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് മാതാപിതാക്കൾ ഇതിൻ്റെ അടിത്തറയിൽ കൊടുക്കേണ്ട കാര്യം അവരെക്കുറിച്ച് തന്നെ നല്ലൊരു മതിപ്പ്. പക്ഷേ ഈ മതിപ്പ് നഷ്ടപ്പെടുത്തുന്ന മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പ്രവൃത്തി ഏതാണെന്നറിയാമോ നിത്യ? അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല, വേറൊരു പ്രവൃത്തിയും കൂടിയുണ്ട്. കമ്പാരിസൺ ആണോ? കമ്പാരിസൺ ഉണ്ട്. അതുകൂടാതെ കുറ്റപ്പെടുത്തുക. അവൻ ചെയ്ത ചില കാര്യം തെറ്റിപ്പോയി, ഉടനെ ഇതൊക്കെ എവിടെ നോക്കി ചെയ്തേ, നിനക്ക് എന്തിട്ടറിയാം, നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കുക. കമ്പാരിസൺ. അതോടുകൂടി ആ കുട്ടിയുടെ ഉള്ള ഇമേജും കൂടി. ഓരോ കുട്ടികൾക്ക് അവരുടെ യുണീക്ക്നെസ് ഉണ്ട് അല്ലേ, തനതാത്മകതയുണ്ട്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാതാപിതാക്കൾ ബോധപൂർവ്വം ശ്രമിക്കണം, എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്ക് ഒരുപോലെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടാവുമോ? ചിലപ്പോൾ ഒരാൾക്കുള്ളത് കളിക്കാനുള്ള കഴിവായിരിക്കുന്നു, സച്ചിൻ തെണ്ടുൽക്കറെ പോലെ അല്ലേ? അപ്പം നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാതെ 3 മക്കൾ ഒരുപോലെ പഠിക്കണം. അപ്പോൾ പഠിക്കാത്ത ആളോട് നമ്മൾ പറയാണ്, ചേട്ടനെ കണ്ടുപിടിക്കുക, അനിയനെ കണ്ടുപിടിക്കുക. അവനെന്ത് തോന്നും? ഓ അല്ലേ?
അപ്പോൾ ബേസിക്കായി സെൽഫ് ഇമേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ട. നിങ്ങളുടെ മക്കൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. അതല്ലേ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായും പ്രതിസന്ധികൾ ഒഴിവാക്കാനും നമ്മളെ കൊണ്ട് പറ്റൂല അല്ലേ. ഒരു റോട്ടിൽ കുപ്പിച്ചില് കിടപ്പുണ്ട് അല്ലേ, നമുക്ക് അതിലൂടെ നടന്നു പോകണം. എന്ത് ചെയ്യണം? ഒന്നുകിൽ നമ്മുടെ അപ്പനമ്മേനെയും വിളിച്ചിട്ട് അവിടെ മുഴുവൻ പരവതാനി വിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 2 ഷൂ ഇട്ടാൽ പോരെ, അല്ലേ, ചെരുപ്പിട്ടാൽ പോരെ. ആ ചെരുപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കരുത്ത് നമുക്ക് വേണം, വേണ്ടേ? യെസ്, ഓക്കെ, ഗുഡ്. പ്രിയമുള്ള പ്രേക്ഷകരെ, മക്കളിൽ ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശേഷി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നല്ല സഹനശേഷി വേണമെന്ന്. ഏത് ബന്ധത്തിൽ നിലനിൽക്കാനും ഏത് ജീവിതത്തിൻ്റെ ഏത് കോണിലും വിജയിക്കാനും നമുക്ക് ആ ശേഷി ആവശ്യമാണ്. അത് വളർത്തിയെടുക്കാനുള്ള ചില വഴികളാണ് ഇവരുടെ അനുഭവത്തിൽ നിന്നും ഇവരുടെ അറിവിൽ നിന്നും നമ്മളുമായിട്ട് പങ്കുവെച്ചത്. ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നമുക്ക് അതിനു വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. അതിന് അടിത്തറയിലുള്ളൊരു കാര്യമാണ് മക്കളിൽ നല്ലൊരു പോസിറ്റീവ് സെൽഫ് ഇമേജ് വളർത്തിയെടുക്കുക, അവരുമായിട്ട് നല്ലൊരു ബോണ്ട് സൃഷ്ടിക്കുക, അവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ അവരെ പരിശീലിപ്പിക്കുക. ഏത് പരാജയത്തിലും അത് അവസാന വാക്കല്ല, ഇനി അതിൽ നിന്ന് പാഠം പഠിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക. മാത്രമല്ല അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് തൃപ്തി തേടാനുള്ള പ്രവണതയെ ബോധപൂർവം തന്നെ ഈ ആവശ്യങ്ങൾ നീട്ടിവെപ്പിച്ചിട്ട് പരിശീലിച്ചെടുക്കുക. അതുപോലെ തന്നെ നല്ല മാതൃകകളാകുക. അങ്ങനെ ഈ ബന്ധത്തെ, ഈ കുടുംബത്തെ, ഈ വ്യക്തിയെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നല്ല മക്കളെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള നല്ല കരുത്തോടുകൂടി വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. സ്നേഹക്കൂടാരം